മംഗൽപാടി ബേക്കൂർ സ്കൂൾ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി പാഴാകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം. മാസം 3 കഴിഞ്ഞിട്ടും ഇത് പരിഹരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രദേശത്ത് പ്രതിഷേധം കനക്കുകയാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പ്രദേശമായ ബേക്കൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണിത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ദിനംപ്രതി ആർക്കും ഉപകരിക്കാതെ പാഴായി ഒഴുകിപ്പോകുന്നു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ഒരു സ്ഥിതിവിശേഷം. 3 മാസക്കാലമായി തുടരുന്ന അവസ്ഥയാണിത്. ബേക്കൂർ സ്കൂൾ ജംഗ്ഷനാണ്. ഇവിടെ 3 മാസക്കാലമായി വെള്ളം ഇങ്ങനെ പുറത്ത് പോകുന്നത്. പൈപ്പ് പൊട്ടിയിട്ട് അതിലൂടെ കൂടി ഈ തോട്ടിലൂടെയാണ് പോകുന്നത്. ഈ സമയത്ത് രാവിലെ 7 മണിക്കാണ് പോകുന്നത്. ഇതുവരെ നിർത്തിയിട്ടില്ല. മണ്ണംകുഴി നയാബസാർ തുടങ്ങിയ ഭാഗങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ കുടിവെള്ള പദ്ധതിയെയാണ് അധികാരികൾ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് പാടെ അവഗണിക്കുന്നത്. പരാതി പറയുമ്പോഴെല്ലാം ഉടനടി പരിഹാരം കാണാമെന്ന പതിവ് പല്ലവി ഇപ്പോഴും തുടരുകയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ. റോഡിന്റെ ഓരത്തുകൂടെ 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് വെള്ളം ഒഴുകിപ്പോകുമ്പോഴും ഉറക്കം നടിക്കുന്ന ഉത്തരവാദപ്പെട്ടവർക്കെതിരെ പ്രദേശവാസികളിൽ പ്രതിഷേധം കനക്കുകയാണ്. നേരത്തെ കുറച്ചുകാലം വെള്ളമില്ലാത്തതിന്റെ പേരിൽ പദ്ധതി സ്തംഭനാവസ്ഥയിലായിരുന്നു. എന്നാൽ മഴയെത്തി അതിന് പരിഹാരമായതിന് പിന്നാലെയാണ് പൈപ്പ് പൊട്ടി കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായത്. വെള്ളമില്ലാത്തതിനാൽ പലവിധ പ്രതിസന്ധികളും നേരിടുന്ന പ്രദേശവാസികളെ സഹായിക്കാൻ ഇതുവരെ പഞ്ചായത്തും തയ്യാറായിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോഴും മുടങ്ങാതെ വീട്ടുകാരെല്ലാം വെള്ളക്കരം നൽകുന്നുണ്ട്. മുടന്തൻ ന്യായങ്ങൾ നിരത്തി തങ്ങളെയെല്ലാം വഞ്ചിക്കുന്ന നിലപാടാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 മാസത്തിന് മുമ്പ് കുറച്ച് വെള്ളമാണ് ഇങ്ങോട്ട് ചുറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം മൊത്തം പൊട്ടിയിരിക്കുക. ഒലിച്ചിങ്ങനെ പോവും. അത് ഇവിടുന്ന് 3 കിലോമീറ്റർ പോയി ടച്ചാകുന്നുണ്ട് ഈ വെള്ളം. ഞങ്ങൾ കുടിക്കാൻ വെള്ളമില്ല ഇവിടെ ആൾക്കാർക്കൊന്നും. ഇതിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഏജന്റിനോട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് ഇവിടെ തന്നെ അവരോട് ഓപ്പറേറ്റർമാരോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നേരാക്കാം നാളെ നേരാക്കാമെന്ന് പറയുന്നുണ്ട്. അതുമല്ലാതെ കണ്ട് ഞങ്ങൾ കുറച്ചപ്പുറം ഒരു 200 മീറ്റർ അവിടെ ഒരു വാൾവ് വടക്കായിട്ട് പറഞ്ഞിട്ട് ഒരു വർഷമായി അവർ വരുന്നുണ്ട്, കിളക്കുന്നുണ്ട്, ഒരുപടി ഇങ്ങനെ ആക്കുന്നുണ്ട്, പിന്നെയും ലീക്കാകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വാൾവ് വരണം, ഇവിടെ വാൾവ് അതിനില്ല, ഞങ്ങൾക്ക് കിട്ടിയാലല്ലേ ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നതെന്ന് 2-3 ആൾക്കാരോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്കാണ് നാട്ടുകാർക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ടായത്. ഞങ്ങൾ ശരിക്കും പൈസ മാസം 2 മാസത്തേക്ക് ശരിക്കും പൈസ ഞങ്ങൾ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. പൊട്ടിയ കുടിവെള്ള പൈപ്പ് മാറ്റി പകരം പുതിയത് സ്ഥാപിക്കാൻ ഇനിയും അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.